നിങ്ങൾ പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവല്ലോ ദാ ഇങ്ങനത്തെ ഒരു ഷെൽഫ്. ഇന്ന് ഞാൻ എൻ്റെ ഡെസ്കിന് വേണ്ടി അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പോൾ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ സീരീസിലെ 5ാമത്തെ വീഡിയോ ആട്ടോ ഇത്. ഇതിനായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ 2 ചെറിയ കാർഡ്ബോർഡ് പീസും 4 വലിയ കാർഡ്ബോർഡ് പീസും എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട മെഷർമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള പിക്ക് നമുക്ക് ഇഷ്ടംപോലെ പിൻട്രസ്റ്റ് നിന്ന് കിട്ടും. അതിന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുത്താൽ മതി. ഒരേപോലെ 2 ഷെൽഫ് ഉണ്ടാക്കിയിട്ട് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ പീസും 2 വലിയ പീസ് കാർഡ്ബോർഡും എടുക്കാം. എന്നിട്ട് ഇതാ അതിങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ എളുപ്പമാണ്. ആ റെഫറൻസ് പിക്ക് നോക്കിയിട്ട് ആ ഷേപ്പിൽ അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് തനിയെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ കുറച്ച് പാടാം. നമ്മൾ ജസ്റ്റ് ഓരോ ലെയർ കാർഡ്ബോർഡ് പീസല്ലേ എടുത്തത്. അതുകൊണ്ട് ബലം കുറവായതുകൊണ്ട് ചരിഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അടിയിലും സൈഡിലും ഒക്കെ ഓരോ പീസ് കാർഡ്ബോർഡും കൂടി വെച്ച് കൊടുക്കാൻ പോവാം. ദാ അങ്ങനെ ഞാൻ ഓരോന്നും കൂടി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും കട്ടി വന്നു. അതുപോലെ സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനെടുത്ത കാർഡ്ബോർഡ് കുറച്ച് ചുളുങ്ങിയതുപോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ചേർത്ത് ഒട്ടിക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തു. നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ ഒരേപോലെയുള്ള 2 എണ്ണം വേണം. അപ്പോൾ ഞാൻ സെയിം ഇതേപോലെ തന്നെ ഒന്നും കൂടി ഉണ്ടാക്കിയെടുത്തു. ദാ ഇതാണ് ആ 2 എണ്ണം. ഈ മുന്നിലിരിക്കുന്നതാണ് ഞാൻ ശരിക്കും രണ്ടാമത് ഉണ്ടാക്കിയത്. ബാക്കിലിരിക്കുന്നത് ആദ്യം ഉണ്ടാക്കിയതാണ്. രണ്ടാമത് ഉണ്ടാക്കിയതാണ് കുറച്ചും കൂടി സ്റ്റേബിൾ. അത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാനിത് അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഈ ടേബിളിൽ ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ചു തരാം. ഇത് ഡൈനിങ് ടേബിൾ ആട്ടോ. ഇത് അറേഞ്ച് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇതിൽ ഒരെണ്ണം എടുത്ത് മറ്റേതിന്റെ മുകളിലോട്ട് തല തിരിച്ചു വെച്ചാൽ മതി. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടും. ഇതിന്റെ ലെങ്ത് നമ്മുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് പരമാവധി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന്റെ മിനിമം ലെങ്ത് ഇതാണ്. പരമാവധി അകറ്റി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ലെങ്ത് ഇതാണ്. എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചെറുതായിട്ട് കുലുങ്ങുന്നും ചരിയുന്നും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഞാൻ ഭിത്തിയോട് ചേർത്ത് വെച്ചപ്പോൾ ആ പ്രശ്നം സോൾവ് ആയി. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ വീഴാതെ നിൽക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇനി ഇതൊന്ന് വെളുപ്പിച്ചെടുക്കാം. ഞാൻ അതിന്റെ എഡ്ജസ് എല്ലാം വൈറ്റ് പേപ്പർ കൊണ്ട് ഒട്ടിച്ചെടുത്തു. ഇപ്പം എങ്ങനെയുണ്ട്? ഡെസ്ക് മേക്ക് ഓവറിന്റെ ഫുൾ വീഡിയോ ഉടനെ വരുന്നുണ്ട്.